ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 1-2 യൂണിറ്റുകളുടെ ഒരു ഷോർട്ട് സമ്മറി ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3-ാമത്തെ യൂണിറ്റിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പറയണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഫിൽ റിയാദ എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനാണ്. രണ്ടാമത്തെ അസിഹത്ത് വൽ നമത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. 3 ഇബ്നു സീന എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഫിൽ അയ്യാദ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്ന് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് വരില്ല. അതിൽ നിന്ന് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുക വരിക. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ഓരോ സെൻറ്റൻസ് കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരിക, ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ അത് നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. നമുക്കതിൻ്റെ സമ്മറി ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമുക്ക് അടുത്ത യൂണിറ്റ് 2-ാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു സമ്മറി നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇതിലൊക്കെ നമുക്ക് എക്സാമിന് വരുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അല്ല, ചാപ്റ്ററിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ അസിഹത്തു വ നമത്തുൽ ഹയാത്ത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ട്രാൻസ്ലേഷന് അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് അതൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അസിഹത്തു വ നമത്തുൽ ഹയാത്ത്, സിഹത്ത് ആരോഗ്യം, വ നമത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി. അപ്പോൾ സിഹത്തു നിഅമത്തു മിനല്ലാഹി തബാറക വ തആല, അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് സിഹത്ത് ആരോഗ്യം. വഹിയ ഹാലത്തുൻ തകാമുലു സലാമ, വഹിയ ഹാലത്തുൻ ഒരു അവസ്ഥയാണ്, തകാമുൽ പൂർണ്ണമായ സമാധാനം, സലാമത്ത് സമാധാനം, പൂർണ്ണമായും സമാധാനം അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥക്കാണ് പിന്നെന്ത് പറയാം, ആരോഗ്യമെന്ന് പറയാം. എന്തിൻ്റെയൊക്കെ ആ ജസദിയ ഫിസിക്കലായിട്ടുള്ള, നഫ്സിയ മെൻ്റലി, ഇജ്തിമാഇ സോഷ്യലി. അപ്പോൾ സാമൂഹ്യപരമായിക്കൊണ്ടും മാനസികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും പൂർണ്ണമായും ഒരാൾ സമാധാനം നേടിയെടുക്കുക, അതിനാണ് ശരിക്കും ആരോഗ്യം. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കേവലം എന്തല്ല, ഫിസിക്കൽ മാത്രമല്ല, മെൻ്റലി അയാൾക്ക് ആരോഗ്യം ഉണ്ടാവണം. സോഷ്യലി അയാൾക്കല്ല, അയാൾക്ക് എന്ത് ചെയ്യുന്നു, ആരോഗ്യമുണ്ട്, അയാൾ മെൻ്റലി, പക്ഷേ അയാൾ ചുറ്റും നാടിൽ പകർച്ചവ്യാധിയിൽ പകർന്ന് പിടിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യപരമായിക്കൊണ്ടും മാനസികപരമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും ആരോഗ്യം അനിവാര്യമാണ്. ലാ മുജറദൽ ഹുൽവ, അതല്ലാതെ ഒഴിവാവലല്ല, അൽ മറൽ രോഗത്തിൽ നിന്നോ, വൽ ആജസ് ദുർബലത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ നിന്നോ രോഗങ്ങളിൽ നിന്നോ ഒരാൾക്ക് ഒരു രോഗമില്ലാത്ത അവസ്ഥ, പ്രയാസമില്ലാത്ത അവസ്ഥ, അതല്ല ആരോഗ്യമെന്ന് പറയുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണമായും ശാരീരികമായും മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ആരോഗ്യത്തിനാണ്. പിന്നെ ലൈസത്തിൽ ഹിമായത്തു, ആരോഗ്യപരമായ ഹിമായത്തു സിഹ, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ലൈസത്തു അല്ല, മസ്ഊലിയത്തുൻ ഉത്തരവാദിത്തം, ഷഖ്സിയത്തുൻ ഓരോ വ്യക്തിയുടെയും ഫഖത്ത് മാത്രം, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം മാത്രമല്ല ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ. ബൽ എന്നാൽ എൻബഇ അത് ഉദ്ദേശിക്കുന്നത് അൻ തക്കൂന ജുഹുദൻ ജമാഇയൻ, അൻ തക്കൂന അതായിരിക്കണം ജുഹുദൻ പരിശ്രമം, ജമാഇൻ കൂട്ടമായ പരിശ്രമമാണ് എന്ത് യഥാർത്ഥത്തിൽ ആരോഗ്യമെന്ന് പറയുന്നത്. അൽ അഫ്രാദു വ്യക്തികളുടെയും, വൽ ഉസ്രത്ത് കുടുംബങ്ങളുടെയും, വൽ മുജ്തമ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും കൂട്ടമായ പരിശ്രമമാണ് ആരോഗ്യ സംരക്ഷണം. അല്ലാതെ ഒരു വ്യക്തി വിചാരിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണം നടക്കില്ല. ഹത്താ നസ്തതിഉ നമുക്ക് സാധിക്കും, അൻ നഖൂമ നിർവഹിക്കാൻ, ബിദൗറിന നമ്മുടെ റോള്, ഇജ്തിമാഇ സാമൂഹ്യപരമായ, വൽ ഇൻസാനിയുൻ മാനുഷികമായ, ഹൈറ ഖിയാമിൻ ഏറ്റവും നല്ല രീതിയിൽ മാനുഷികമായും സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ റോളുകൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. വല ശക്ക ഒരു സംശയവും വേണ്ട, ഇന്ന തഅയ്യുറാത്തിൽ മുദ്ഹില പെട്ടെന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഫി നമത്തുൽ ഹയാത്ത് നമ്മുടെ ജീവിതശൈലിയിൽ, ബിസബബി തതബ്ബുറാത്തു സിനാഇയ നിർമ്മാണ മേഖലയിലും ഉണ്ടായിട്ടുള്ള പുരോഗതി, അതായത് ഇന്ന് എല്ലാ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഒരുപാട് ഉൽപ്പാദന മേഖല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണക്രമത്തിൽ, നമ്മുടെ ഉറക്കത്തിൽ, നമ്മുടെ ജീവിതം ക്രമത്തിൽ, ജോലിയിൽ എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു.
അല്ലേ? അതേ അപ്പോൾ സിനാഇ എന്ന പ്രൊഡക്ഷൻ മേഖലയിൽ ഇസ്തിഹ്ലാക്കിയ കൺസ്യൂമറിസം ഉപഭോക്തൃ മേഖലയിൽ വൽ ഔലമ ആഗോളവൽക്കരണ മേഖലയിലും കൺസ്യൂമറിസത്തിൻ്റെ മേഖലകളിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തത്തബുറാത്ത് ചേഞ്ചുകൾ നമ്മുടെ ജീവിതശൈലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെയും കാര്യങ്ങൾ അദ്ദത്ത് ഇതെല്ലാം നിർവഹിക്കുന്നു ഇലാ കസീർ മിനൽ അമ്രാദ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലൊക്കെ മാറ്റങ്ങൾ വന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. മിസ്ല അതിൽപ്പെട്ടതാണ്, ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ടതാണ് അസുക്കരി ഷുഗർ, ഇർത്തിഫാ ദം ബ്ലഡ് പ്രഷർ വർദ്ധിക്കുക, BP ഉണ്ടാവുക, സിയാദത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാവുക. അപ്പോൾ കൊളസ്ട്രോൾ, BP, ഷുഗർ ഇത് മൂന്നും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന അസുഖങ്ങളാണ്. വേറെയുമുണ്ട്. അപ്പോൾ അലൈന അതുകൊണ്ട് അനൽത്തസിമു നമ്മൾ പതിവാക്കണം, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായി നമ്മൾ കൊണ്ടുവരണം. നെത്തനാബിൽ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തണം. അസിഹി ആരോഗ്യപരമായ ഭക്ഷണം ഉൾപ്പെടുത്തണം. വൽ മുമാരസത്തു റിയാദി. അപ്പോൾ സിഹി എന്ന് പറയുന്നത് ആരോഗ്യ ഹെൽത്തി ഫുഡ്. മുമാരസത്തു റിയാദിയ വ്യായാമം. റിയാദിയാൽ ബദനിയ മുമാരിസ് പരിശീലിക്കുക എന്ന് വെച്ചാൽ റിയാദത്തുൽ ബദനിയ എന്ന് പറഞ്ഞാൽ വ്യായാമം പരിശീലിക്കുക. തറക്കു ഇസ്തിഖ്ദാമുൽ ഖുമൂർ മദ്യം ഒഴിവാക്കുക. അൽ മുഖദ്ദിറത്ത് ലഹരിയും മദ്യം ഒഴിവാക്കുകയും ശാരീരികമായ വ്യായാമം പരിശീലിക്കുകയും ഹെൽത്തി ഫുഡുകൾ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി അൽ ഇദാഉ സിഹി ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇദാഉ സിഹി ആരോഗ്യപരമായ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഹിയ മഅ്കൂലാത്തുൻ അത് ഭക്ഷണമാണ്, വൽ മഷ്റൂബാത്തുൻ പാനീയമാണ്, അലത്തി തുസവ്വിദു വർദ്ധിപ്പിക്കുന്ന, ബി കമ്മിയത്തുൻ കാഫിയത്തിൻ പൂർണ്ണമായ അളവിലുള്ള, അൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള, വദ്ദുഹൂന് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള, വൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, വൽ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള, വൽ മആദിൻ ലവണങ്ങൾ മിനറൽസ് അടങ്ങിയിട്ടുള്ള, മിനറൽസും വിറ്റാമിനും പ്രോട്ടീനും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ട് പൂർണ്ണമായ രീതിയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾക്കാണ് എന്ത് പറയുക? ഹെൽത്തി ഫുഡ്, ഇദാഹു സിഹി എന്ന് പറയാം. വമിനൻ നാസ് മനുഷ്യൻ മൻ ലാ യംലിക്കു അവന് നിയന്ത്രണമില്ല, നഫ്സഹു അവൻ്റെ സ്വയം നിയന്ത്രണമില്ല, ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും, ഷറാബ് പാനീയത്തിൻ്റെ വിഷയത്തിലും, വമൻ യഅ്തമിദു ആരെങ്കിലും ആശ്രയിച്ചാൽ അവലംബിക്കുന്നുണ്ടെങ്കിൽ അലാ വജബാത്ത് ശരിഅ ഫാസ്റ്റ് ഫുഡുകളെ, മുത്തലമ്മിന അടങ്ങിയിട്ടുള്ള, കമ്മിയത്തു സായിദ ധാരാളക്കണക്കെ അളവുള്ള, മിനസുക്കരിയാത്ത് പഞ്ചസാര ഷുഗറിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുള്ള, വ അംല ഉപ്പിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുള്ള, വ ദുഹിനിയാത്ത് കൊഴുപ്പിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുള്ള, വ നഷവിയാത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ആയിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥം അധികമായി അടങ്ങിയിട്ടുള്ള, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൈ ചെയ്തതും കൊഴുപ്പുള്ളതും ഉപ്പുള്ളതും പഞ്ചസാര അധികമായി അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനെ ഒരാൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ യതഅറളു ലികസീറ മിനൽ അംറാദ് അവന് ധാരാളം രോഗങ്ങളുണ്ടാവും. നമ്മത്തിൽ ഹയാത്ത് ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. വലാ ശക്ക ഒരു സംശയവും വേണം അന്ന ഹാദിൽ അഅദിയ ഈ ഭക്ഷണങ്ങളെല്ലാം വൈറു സലീമ നല്ലതല്ലാത്തവയാണ്, വൈറു സിഹിയ ആരോഗ്യപരമല്ലാത്തതുമാണ് എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. ഇനി ലിയാഖത്തുൽ ബദനിയ ഫിസിക്കൽ ഫിറ്റ്നസ്, ലിയാഖത്താണ് ഫിറ്റ്നസ്. വലി മുമാരസത്തു റിയാദിയ അൽ ബദനിയ റിയാദത്തുൽ ബദനിയ എന്ന വ്യായാമം ശീലിക്കുന്നതിലൂടെ ഒരാൾ പരിശീലിക്കുന്നതിലൂടെ ദൗറുൻ മുഹിം അതിന് വലിയ പങ്കുണ്ട്. ഫിരിആയത്തു സിഹിയ ഒരാളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ, അൽ ഫർദ് വ്യക്തിപരമായ ആരോഗ്യ സംരക്ഷണത്തിൽ വ്യായാമത്തിന് വലിയ പങ്കുണ്ട്. അൽ മഷി നടത്തം, വൽ ജെറി ഓടുക, സിബാഹ നീന്തുക, വ റുക്കൂബു ദറജ സൈക്കിൾ റൈഡിങ്, കെൻസുൽ മൻസിൽ വീട് വൃത്തിയാക്കുക, വൽ ഖിയാമുൽ ബിത്തൻലീഫുൽ ബിഅ പരിസരം വൃത്തിയാക്കുക, വ സിറാഅത്ത് കൃഷി, തുർക്കുൻ സഹലത് ഇതെല്ലാം എളുപ്പമുള്ള വഴികളാണ് ലിഹിഫാദു അലസിഹ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇസ്തിഖ്ദാമുൽ ഖുമൂർ വൽ മുഖദ്ദിറാത്ത് ലഹരിയും മദ്യവും ഉപയോഗിക്കുന്നതിലുണ്ടാകുന്ന അപകടങ്ങൾ. അൽ മുഖദ്ദിറാത്തു ലഹരി പദാർത്ഥം അദുവുൽ ഇൻസാൻ വ ഇൻസാനിയ മനുഷ്യൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ശത്രു അദുവാണ് മുഖദ്ദിറാത്ത് ലഹരി പദാർത്ഥം. വ ഇസ്തിഖ്ദാമുഹ അതിൻ്റെ ഉപയോഗം മുളിറുൻ അപകടമാണ് ലിൽ ജിസ്മ് ശരീരത്തിന്, വൽ ആഖില് ബുദ്ധിക്ക്, മഅൻ രണ്ടിനും. വഹിയത്തു അദ്ദി അത് നിർവഹിക്കുന്നു ഇല ദുഹൂൾ എന്ന് പറഞ്ഞാൽ
മാനസിക ഭ്രമം, അതായത് ബുദ്ധിക്ക് മാനസിക ഭ്രമം, അതായത് നമ്മൾ പിന്നെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, ലഹരി തലക്ക് ബാധിച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുക. എൻ്റെ മലയാളം വാക്ക് കിട്ടുന്നില്ല. വൽ കലക്ക്, പിന്നെ ടെൻഷൻ, മാനസിക പിരിമുറുക്കം. വൽ ഖൈബൂബ, അല്ലേ, ഖൈബൂബ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, മറവി സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോവുക. ഓക്കെ, അപ്പോൾ മാനസിക ഭ്രമവും അതേപോലെ തന്നെ മാനസിക പിരിമുറുക്കവും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറവി സംഭവിക്കുക, കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റായി ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ലഹരി നമുക്ക് കൊണ്ടുവരുന്നു. യമൂത്തു, മരണപ്പെടുന്നു, അലാഫു മിനന്നാസ്, ആയിരക്കണക്കിന് ആളുകൾ, യൗമൻ ഫയൗമൻ, ഓരോ ദിവസവും, ബി ഇദ്മാനി, അടിമപ്പെട്ടുകൊണ്ട്, അലാൽ മുഖദ്ദിറാത്ത്, ലഹരിക്ക്, ഇദ്ആനു ലഹ, അതേപോലെ തന്നെ അതിൽ വീണ് പോയിക്കൊണ്ട്, അപ്പോൾ അതിൽ വീണ് പോയിക്കൊണ്ടും അതേപോലെ തന്നെ അതിനടിമപ്പെട്ടുകൊണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാജിബുൻ അലാ കുല്ലി ഫർദ്, അതുകൊണ്ട് എല്ലാ വ്യക്തികളിൽ നിർബന്ധമാണ് അത്തബാഉദ്, അകലുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്തിഖ്ദാം, ഉപയോഗിക്കുന്നത് വിഷയത്തിൽ, അൽ മുസ്കിറാത്ത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വിഷയത്തിൽ നിന്ന് തബാഉദ്, അകലുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. ബിക്കുല്ലി അൻവാ, ലഹരിയുടെ എല്ലാ ഇനങ്ങളിൽ നിന്നും, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്റർ നമ്മൾ സമ്മറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഈ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ മറ്റൊക്കെ വർക്കാണ് കേട്ടോ, വർക്കും ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെയാണൊക്കെ നമ്മൾ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പാഠം ഇബ്നു സീനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. കിതാബുൻ അറബിയുൻ, ഒരു അറബി ഗ്രന്ഥം, ഉല്ലിഫ, അത് രചിക്കപ്പെട്ടു, ഫി ഫന്നു തിബ്, തിബ് എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം. അപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ എന്ത് ചെയ്തു, മോഡേൺ മെഡിസിനിൻ്റെ മേഖലയിൽ എന്ത് ചെയ്തു, ഒരു അറബി ഗ്രന്ഥം എഴുതപ്പെട്ടു. തുർജിം, അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ഇല അഷറാത്ത് മിനൽ 10ലധികം ഭാഷകളിലേക്ക്, അല്ല ആലമിയ, വേൾഡ് ഭാഷകളിലേക്ക്. വല്ല, അങ്ങനെ ആയിത്തീർന്നു. യുദറസു, അത് പഠിപ്പിക്കുന്നു. ഫി ജാമിഅത്തിൽ ഔറൂബ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ അത് പഠിപ്പിക്കാൻ തുടങ്ങി. മർജിൽ അസാസി, ഫണ്ടമെൻ്റൽ റെഫറൻസ് ആയിക്കൊണ്ട്, അടിസ്ഥാന റെഫറൻസ് ഗ്രന്ഥമായിക്കൊണ്ട് എന്ത് ചെയ്തു, പിന്നീട് ആ ബുക്ക് എന്ത് ചെയ്തു റെഫർ ചെയ്യാൻ തുടങ്ങി, യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ദിറാസാത്ത് തിബ്ബിയ, പിന്നെ അതേ ദിറാസത്ത് പഠനങ്ങൾ, തിബ്ബിയ മെഡിസിൻ പഠനങ്ങൾ, അൽ മുത്തബഅത്തു പിന്തുടർന്നു, ഇല അൽ ആൻ ഇന്ന് വരെ, മുസ്തമിദത്തുൻ ഒരു അവലംബമായിക്കൊണ്ട്, മിൻഹു അതിനെ റെഫറൻസ് ആയിക്കൊണ്ട്. അപ്പോൾ ഇന്ന് വരെ എന്ത് ചെയ്തു, ആ മെഡിസിൻ, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനിലെ ആളുകൾ വരെ എന്ത് ചെയ്യുന്നു, ഈ ബുക്ക് ഈ അറബി ഭാഷയിൽ എഴുതപ്പെട്ട് പിന്നീട് ലോകത്തിലെ 10 ഭാഷകളിലേക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആ പുസ്തകം എന്ത് ചെയ്യുന്നു, ഇന്നും മെഡിസിനുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ബുക്കായിക്കൊണ്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഹൽ തഅരിഫൂന ഹാദൽ കിതാബ്, നിങ്ങൾക്കറിയുമോ ആ പുസ്തകം ഏതാണെന്ന്? മൻ മുഅല്ലഫുഹു, അതിൻ്റെ മുഅല്ലിഫ്, എഴുത്തുകാരാണെന്നറിയാം. അൽ ഖാനൂനു ഫി തിബ്, ഖാനൂനു ഫി തിബ് എന്ന പുസ്തകമാണ് ലോകത്ത് അറിയപ്പെടുന്ന, അറബിയിൽ രചിക്കപ്പെട്ട് പിന്നീട് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന റെഫറൻസ് ഗ്രന്ഥമായിട്ടുള്ളൊരു പുസ്തകം. ഹുവ അൽ കിതാബുൽ മദ്കൂർ, ഇതാണ് നേരത്തെ പറഞ്ഞ പുസ്തകം. അല്ലി മുഅല്ലിഫുഹു മഷ്ഹൂർ, അതിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെന്നറിയുമോ? ഇബ്നു സീനയാണ്. ഇബ്നു സീനയാണ് അതിൻ്റെ, ഒരു മിനിറ്റ്, ഇബ്നു സീനയാണ് അതിൻ്റെ എഴുത്തുകാരൻ. അപ്പോൾ ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫി തിബ് എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്ത് അറബിയിൽ എഴുതപ്പെട്ട് പിന്നീട് 10ഓളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്നും മോഡേൺ മെഡിസിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിക്കൊണ്ട് പരിഗണിക്കുന്ന പുസ്തകം. അതിൻ്റെ പേരെന്താ? ഖാനൂനു ഫി തിബ്, ഇബ്നു സീന. അൽ മുലഖബ്, ഇബ്നു സീനയുടെ ലഖബ്, സ്ഥാന പേര്, അറിയപ്പെടുന്ന പേരെന്താണെന്നറിയുമോ? അറിയപ്പെടുന്ന പേര് ഷെയ്ഖുർ റയീസ്, അദ്ദേഹം അറിയപ്പെടുന്ന പേര് ഷെയ്ഖുർ റയീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത്. ഈ 3 പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, ഹുവ മിൻ അഅ്ലമിൽ ഉലമ, അദ്ദേഹം ഉലമാക്കളിൽപ്പെട്ട മഹാനാണ്, അൽ മുസ്ലിങ്ങളിൽ. ഇഷ്തഹർ, അദ്ദേഹം അറിയപ്പെട്ടു. ഐലൻ ഫൈൽസുഫൻ, ഫിലോസഫർ ആയിക്കൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു. റിയാലിയൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റീഷ്യൻ ആയിക്കൊണ്ട് അറിയപ്പെട്ടു. ഫലക്കിയൻ, ആസ്ട്രോണമിയിലും ഇത് കഴിവുള്ള, ഗോളശാസ്ത്രം എന്നാണ് ഫലക്കി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഗോളശാസ്ത്രത്തിലും പിന്നെ ഗണിതത്തിലും അതേപോലെ തന്നെ ഫിലോസഫിയിലൊക്കെ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനായിരുന്നു ആര്? ഇബ്നു സീന. ഉലിദ ബി ബുഖാറയിൽ ജനിച്ചു. ഫി ഉസ്ബെക്കിസ്ഥാൻ 370 ഹിജ്റ
980 ഇംഗ്ലീഷ് വർഷത്തിൽ. വ തറബ അല റിആയത്തിൽ വാലി, ഉപ്പാൻ്റെ അടുത്താണ് അദ്ദേഹം ബേസിക്കായിട്ട് കാര്യങ്ങൾ പഠിച്ചത്. വ ഷബ്ബ മുഹിബൻ, യുവാത്വത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇൽ ഖിറാഅത്ത് വൽ ഇൽമ്, വിജ്ഞാനവും വായനയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. വ ബഅദൽ 20 20കൾക്ക് ശേഷം മിൻ ഉംരിഹി, അദ്ദേഹം 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇൻസുരിഫ ഇലാ തഅലീഫ്, എഴുത്തുകളിൽ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. വ ബിത്തിബ്, പിന്നെ വൈദ്യശാസ്ത്രത്തിലെ മെഡിസിൻ മേഖലയിലുള്ള എഴുത്തുകളിലേക്ക്. വൽ ഫൽസഫ, ഫിലോസഫിയിലെ എഴുത്തുകളിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. സോറ, അങ്ങനെ ആയിത്തീർന്നു. അഷ്അറു അത്തിബാ അസരീൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടറായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം മാറി. അല്ലഫ, അദ്ദേഹം എഴുതി. അക്സറ മിൻ മിഅത്തൈ, 200-ലധികം പുസ്തകം എന്ത് ചെയ്തു? അദ്ദേഹം എഴുതി. അഷ്അറു, അതിൽ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് അൽ ഖാനൂനു ഫി തിബ്. മറ്റു അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് അഷ്ഷിഫാ, അൻ-നജാത്ത്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് പ്രസിദ്ധമായ പുസ്തകമാണ്. വൽ ഹിദായത്ത് വൽ ഇഷാറത്തു തൻബീഹാത്ത്. തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു. അതിൽ ആലിം, ഈ പണ്ഡിത മുഫക്കിർ, ചിന്തകൻ, അൽ അബ്കരി, ജീനിയസ് ആയിട്ടുള്ള ചിന്തകൻ ഹമദാൻ എന്ന സ്ഥലത്ത് മരണപ്പെട്ടു 428 ഹിജ്റയിൽ. ഓക്കെ, ഇതാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടുന്ന സമ്മറി. ഇനി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു സമ്മറിയാണ് ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പോയിന്റ്. സയ്യിദത്തുൽ ഫാദില ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ മാതാവായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ ഖൈറു നിസാഉൽ ഉമ്മ, സമുദായത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ത്രീയാണ്. വ സയ്യിദത്തു നിസാ ഉൽ ആലമി, ലോക സ്ത്രീകളുടെ നേതാവാണ്. ലഖദ് ബഷറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ബി ബൈത്തിൻ ഫിൽ ജന്ന, ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിൽ വീടുണ്ട് എന്ന സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. വഹിയ ഖദീജത്തു ബിൻതു ഖുവൈലിദ്, മുഴുവൻ പേര് ഖുവൈലിദിൻ്റെ മകൾ ഖദീജ എന്നാണ് മുഴുവൻ പേര്. ഉമ്മുഹ ഫാത്തിമ അൽ ആമിരിയ, ഫാത്തിമ അൽ ആമിരിയാണ് അവരുടെ ഉമ്മ. കാനത്ത് ഔസത്തു നിസാഉൽ ഖുറൈശ്, ഖുറൈശികളിൽ ഏറ്റവും കുലീനതായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നസബൻ വഅളമഹുന്ന ഷറഫൻ, വളരെ മഹത്വവും ആദരവുള്ള സ്ത്രീ ആയിരുന്നു അവർ. വ നശഅത്ത്, വളർന്നു. ഫി തുഹ്രിൻ, പരിശുദ്ധിയോടുകൂടി. അഫാഫൻ, അതെ, കന്യകയായിക്കൊണ്ട് പരിശുദ്ധിയോടുകൂടി വളർന്നു. കാനത്ത് തുതു, അതുകൊണ്ട് അവർ വിളിക്കപ്പെട്ടു. ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അവരെ വിളിക്കപ്പെട്ടൊരു പേരുണ്ട് താഹിറ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വിളിക്കപ്പെടുന്ന പേരേതാണ്? താഹിറ. തസവ്വജ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിവാഹം കഴിച്ചു. ഖദീജത്ത വഹുവ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സ് എത്രയായിരുന്നു? 25 ഉംരിഹി, 25ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. വലദത്ത് ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ജമീഅ ഔലാദി, എല്ലാ മക്കൾക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കൾക്കും എന്ത് ചെയ്തു? പിന്നെ ജന്മം നൽകി. എന്ത് ചെയ്തു? ഖദീജ റളിയല്ലാഹു അൻഹ ജന്മം നൽകിയത്. മാ അദ ഇബ്രാഹിമ, ഇബ്രാഹിം അല്ലാത്ത എല്ലാ മക്കളെയും, ഇബ്രാഹിം അല്ലാത്ത എല്ലാ മക്കൾക്കും ജന്മം നൽകിയതാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. മിൻ ഖദീജത്ത, ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ മക്കളുടെ പേര് അൽ ഖാസിം വ അബ്ദുല്ല വ റുഖിയ വ സൈനബ് വ ഉമ്മു കുൽസും വ ഫാത്തിമ. ഈ 6 മക്കളും പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായിട്ടുള്ള മക്കളാണ്, ഒരു മകൻ ഇബ്രാഹിം ഒഴികെ. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ തുക്കിന, ഒരു പേര് അറിയപ്പെട്ടിരുന്നു, ബി ഉമ്മുൽ ഖാസിം. ഉമ്മുൽ ഖാസിം എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തുക്കിന എന്നുള്ള വിളിപ്പേരുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഉമ്മുൽ ഖാസിം എന്നുള്ള വിളിപ്പേര് ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ ചാപ്റ്ററിന് 3ാമത്തെ യൂണിറ്റിൻ്റെ സമ്മറിയാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി അതിൽ വരുന്ന വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.